പെരുമ്പാവൂരിൽ അതിക്രൂരമായി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട നിയമവിദ്യാർത്ഥിനി ജിഷയെ ആരും മറന്നിട്ടുണ്ടാകില്ല. ഇപ്പോഴത്തെ ജിഷയുടെ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. വർഷങ്ങൾക്കിപ്പുറം ജിഷയുടെ അമ്മ രാജേശ്വരിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ ഹൃദയഭേദകമാണ്. ഫേസ്ബുക്കിലെ ഒരു അക്കൗണ്ടിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ജിഷയുടെ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ പുറം ലോകം അറിയുന്നത്. രാജേശ്വരി ഇപ്പോൾ തുണയേതുമില്ലാതെ എറണാകുളത്ത് തെരുവിലാണ് ജീവിക്കുന്നത്. മകളെ നഷ്ടപ്പെട്ട ജിഷയുടെ അമ്മ രാജേശ്വരിക്ക് വേണ്ടി കേരളം അന്ന് ഒരേ മനസ്സോടെ രംഗത്ത് വന്നിരുന്നു. പണവും നിയമസഹായങ്ങളും അന്ന് രാജേശ്വരിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ തുണയേകാൻ ആരുമില്ലാതെ തെരുവിൽ കഴിയുന്ന ഇവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. തുണയാകേണ്ട മൂത്ത മകൾ തിരിഞ്ഞുപോലും നോക്കാറില്ലെന്നാണ് രാജേശ്വരി പറയുന്നത്. രാജേശ്വരിയുടെ മുഖമാകെ വീണുരഞ്ഞു തൊലിപോയ പാടുകളുണ്ട്. ബസ്സിൽ നിന്നും ഇറങ്ങിയപ്പോൾ വീണതാണെന്നാണ് വിവരം. കൊച്ചി മറൈൻ ഡ്രൈവിൽ ഇട്ടാപ്പൊട്ടി വിൽപ്പന ചെയ്താണ് ഇവർ ഇപ്പോൾ ജീവിക്കുന്നത്. അത് വാങ്ങാനുള്ള കാശ് നൽകിയത് മറൈൻ ഡ്രൈവിൽ ബോട്ട് ഓടിക്കുന്ന ആളുകളൊക്കെ കൂടിയാണ്. പകലാണ് ഇവർ ഉറങ്ങുന്നത്. രാത്രിയിൽ മറൈൻ ഡ്രൈവിൽ ഉറങ്ങാതെ ചിലവഴിക്കും. കാരണം മദ്യപിച്ച് ലെക്കുകെട്ട് നടക്കുന്ന ആളുകൾ ശല്യം ചെയ്യാൻ എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഉറങ്ങാതെ ഇവർ തെരുവുകളിൽ ഇരിക്കും. പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പോലീസുകാരുടെ അടുത്ത് പോയി പറയും. അവർ വന്ന് ശല്യമുണ്ടാക്കുന്നവരെ പിടിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യും. ഇടയ്ക്ക് ഹോം നേഴ്സായിട്ട് ജോലി ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ പോകാറില്ലെന്നാണ് രാജേശ്വരി പറയുന്നത്. ജിഷയുടെ മരണത്തിന് പിന്നാലെ കേസിന്റെ പേരിൽ സർക്കാർ തരാമെന്ന് പറഞ്ഞ പൈസ ഇതുവരെ ലഭിച്ചിട്ടില്ല. കാശ് കിട്ടിയെന്ന് പറയുന്നത് പച്ച കള്ളമാണെന്നും 10 പൈസ എടുക്കാനില്ലെന്നുമാണ് രാജേശ്വരി പറയുന്നത്. ലക്ഷങ്ങൾ സഹായം കിട്ടിയെന്ന് പറയുന്ന സ്ത്രീയാണ് ഇപ്പോൾ 10 പൈസ കയ്യിലെടുക്കാനില്ലാതെ തെരുവിൽ കഴിയുന്നത്. മകളുടെ മരണശേഷം ലഭിച്ച തുകയെല്ലാം രാജേശ്വരി ദൂർത്തടിച്ചു കളഞ്ഞു എന്ന വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ അതെല്ലാം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ആശുപത്രികളിലും വീടുകളിലും ജോലിയെടുത്താണ് താനും മകളും ജീവിച്ചിരുന്നത്. അതിനാൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി കുറെ ഓടിയിട്ടുണ്ട്. ദരിദ്രമായ ചുറ്റുപാടിൽ ജീവിച്ച തനിക്ക് പണത്തിന്റെ വില നന്നായി അറിയാമെന്നും രാജേശ്വരി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. 2016 ഏപ്രിൽ 28-ാം തീയതിയാണ് നിയമവിദ്യാർത്ഥിനിയായിരുന്ന ജിഷയെ പെരുമ്പാവൂരിലെ വീട്ടിൽ അതിക്രൂരമായി കൊല ചെയ്ത ദാരുണ സംഭവം നടന്നത്. അസം സ്വദേശിയായ അമിറുൽ ഇസ്ലാം കനാൽ പുറമ്പോക്കിലെ യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ച് കടന്നാണ് ക്രൂരകൃത്യം നടത്തിയത്. അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായാണ് ജിഷ കൊല്ലപ്പെട്ടതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. 38 മുറിവുകളാണ് ജിഷയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ 2016 ജൂൺ 16-ാം തീയതിയാണ് പ്രതി പിടിയിലാകുന്നത്. മാസങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിൽ വിചാരണ കോടതി ഇയാൾക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു.